ആ അമ്മേ, എന്താ അമ്മ പറയാണ്ട്? മക്കളെ കാണുന്നത് ഇപ്പൊ ഇറങ്ങിയതാ വിളിക്കുന്ന. കുട്ടികൾ എവിടെ മോളെ? മോൻ സ്കൂളിൽ പോയതാ, ഭാവിയുണ്ട് ഉറങ്ങുന്നു. അമ്മ വാ കേറ്. ആ അച്ഛനും സുഖല്ലേ അമ്മേ? ആ സുഖം മോളെ. അച്ഛൻ ഷോപ്പിൽ പോയതാ, അല്ല ഇങ്ങോട്ട് വരികയായിരുന്നു. ഷോപ്പില് പണിയൊക്കെ വന്നു തുടങ്ങി ഓണത്തിന്റെ? ഷോപ്പിലൊന്നും ഇപ്പൊ പണി പഴയ പോലെ ഇല്ല മോളെ, പണിയൊക്കെ കുറവാ. അല്ല അവൻ എവിടെ, മോനോടെ പോയതാ? ഏട്ടൻ എവിടെ ഉണ്ട്? ഞാൻ വിളിക്ക. അമ്മയ്ക്ക് ചായ എടുക്കട്ടെ ഇപ്പൊ? വേണ്ട മോളെ, എനിക്ക് ചായ ഒന്നും എടുക്കണ്ട, ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്. ഞാൻ അടുക്കളയിൽ പോയി ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കട്ടെ. ആയിക്കോട്ടെ. ജിത്തേട്ടാ, വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്, ഒന്ന് താഴേക്ക് വാ. ഞാൻ കണ്ടു നിന്റെ അമ്മ നടന്നു വരുന്നത്. കണ്ടോ? എന്നിട്ടാണ് ഇവിടെ ഇരിക്കണേ, പിന്നെന്താ വരാണ്ടിരുന്നേ? നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുമ്പോഴേ ഞാൻ അവിടെ ചെന്ന് താലം പിടിച്ചിരിക്കണം അവരിങ്ങനെ എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എഴുന്നള്ളിച്ച് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഒന്ന് വന്ന് മിണ്ടുക എന്നുള്ള ഒരു മര്യാദയല്ലേ? മര്യാദ കൊടുക്കാനൊക്കെ എനിക്കറിയാം, അത് കൊടുക്കേണ്ടവർക്ക്. അല്ലാണ്ട് നിന്റെ അച്ഛനമ്മ ഇങ്ങനെ വരുമ്പോഴേ താഴെ ഇങ്ങനെ ആനയിച്ചിരുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ എന്റെ വീട്ടുകാരോട് ഇത്ര മാത്രം ദേഷ്യം? ഈ ഒരു ഒറ്റ സ്വഭാവം കൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാത്ത നിങ്ങളുടെ വീട്ടുകാർ വരുമ്പോൾ ഭയങ്കര സ്നേഹമാണല്ലോ. നീ എന്തീ പറഞ്ഞു വരുന്നത്? ഞാൻ അവിടെ വന്നിട്ട് നിന്റെ അമ്മേന്റെ പോലെ തൊഴിൽ കാല് പിടിക്കണം? വല്ല ചായ വെള്ളം കൊടുക്ക്, ഈ വെയിൽ താഴുമ്പോഴേ അങ്ങ് പോവാൻ പറയും. അതിന് എന്റെ അമ്മ നിങ്ങളുടെ ചായ സൽക്കാരത്തിന് വന്നതല്ല, നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാ. ഓ അതിനാണോ വന്നേ? എന്നാ പിന്നെ മക്കളെ കണ്ടിട്ട് പോവാൻ പറയും. മക്കളോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാ അവളെ അമ്മ വന്നു. നിന്റെ അമ്മയല്ലേ വന്നത്, നീ ഒന്ന് സൽക്കരിക്ക്. ഞാനെന്തിനാ വരുന്നേ? കുഞ്ഞു ഉറങ്ങിയോ അമ്മേ? ആ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട് മോളെ. ഞാൻ എടുക്കണോ? വേണ്ട, ഞാൻ എടുക്ക. ഞാൻ മക്കളെ കാണാൻ വേണ്ടി ഓടി പാഞ്ഞ് വന്നത്. ആ നേരത്തെ വന്നു അല്ലേ? ആ മോനെ, കുറച്ചു നേരം വന്നിട്ട്. അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ആ ഇവിടത്തെ പോലെ തന്നെ. നീ ആ കുഞ്ഞിനെ വാങ്ങിയെടുക്ക്. വേണ്ട മോളെ, ഞാൻ എടുക്കാം. വേണ്ട വേണ്ട, പുറത്തുനിന്ന് വന്നല്ലേ, പല ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നേ? അമ്മയ്ക്ക് നല്ല വിഷമമായിണ്ട്. ഓരോന്ന് പറഞ്ഞങ്ങ് ഇറങ്ങി പോവാ. കുറച്ചു നേരം ഇവിടെ നിൽക്കുക, അമ്മ വന്നതല്ലേ. നിന്റെ അമ്മ ഒന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇപ്പൊ പെട്ടെന്ന് എന്ത് കാര്യങ്ങളാണത്? ഇത്ര നേരം ഇവിടെ മിണ്ടാതിരുന്നതല്ലേ. ഒരാള് വരുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നു. എങ്ങോട്ടാ പോകുന്ന പറയും? ഞാൻ ആ ക്ലബിലുണ്ടാവും. ക്ലബിലേക്ക് ഈ സമയത്തോ? പോയിട്ട് വരുമ്പോഴേ കുറച്ച് കോഴി വാങ്ങിക്കൊണ്ട് വരുമോ? അമ്മ ഉള്ളതല്ലേ, കുറച്ച് നെയ്ച്ചോറും കോഴി ഇറച്ചി ഉണ്ടാക്കാം. ഇവിടെ ഉള്ളത് വല്ലതും വെച്ച് കൊടുക്കടി. ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അമ്മയും മോളും വന്നിരിക്കുന്നു. സ്വീറ്റ്സോ? ഇതാരാന്നാ? അമ്മമ്മ അമ്മമ്മയോ? അമ്മയോടെ മുത്തേ? കിച്ചണില്. ഡേ ഇങ്ങോട്ട് വാ. ആ നിന്നോടാരാ പറഞ്ഞു ഇതെടുത്ത് കുട്ടിക്ക് കൊടുക്കാൻ? അത് അമ്മ കൊടുത്താ, അമ്മ കൊണ്ടുവന്ന സ്വീറ്റ്സാ. അതിനെന്താ? അതന്നെയാ പറഞ്ഞത്. നിന്റെ അമ്മ ഇതൊക്കെ എവിടുന്ന് വാങ്ങി ആർക്കറിയാം. എന്തായാലും നല്ല ഷോപ്പിലൊന്നും കയറി വാങ്ങാനുള്ള ഗതിയില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടുന്നേലൊക്കെ വാങ്ങിക്കൊണ്ടിട്ടേ അതൊക്കെ എന്റെ മക്കൾ കൊടുത്തിട്ട് അവരെ മേലെ പരീക്ഷ നടത്താൻ നിൽക്കുക. ഇല്ല മോനെ, ഞാൻ നല്ലൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വല്ല എക്സ്പയർഡ് സാധനങ്ങളും നന്നായിരിക്കും. അവര് പറഞ്ഞു ഇന്ന് ഉണ്ടാക്കിയതാണെന്ന്. എനിക്കറിയില്ലേ, മക്കൾ കൊടുക്കാനുള്ള സാധനം. ഞാൻ അങ്ങനത്തെ അല്ലേ വാങ്ങിക്കും. ഓ എന്നുണ്ടാക്കിയ സാധനം. ഇതാ നിങ്ങൾ വരെ പോയി എന്ത് വേണേ ചെയ്തോ, പക്ഷെ ഇമാതിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മക്കൾ കൊടുത്തിട്ട് പോകാൻ നിൽക്കരുത്. അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനേ എനിക്കറിയാം. അല്ലാണ്ട് അവരിവിടെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാണ്ടിരിക്കുകയല്ല. ഇതാ മോനെ, കഴിച്ചത് കഴിച്ചു. ഇനിയിപ്പോ ബോക്സിനടുത്ത് കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ.
മോളെ ഞാൻ ഇറങ്ങട്ടെ. പോവേ? എന്താ ഇത്ര ഇടുന്നു? അല്ല മോളെ, ഞാൻ പോകട്ടെ. ഞാനിവിടെ വന്ന് മോനെ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നത്. ഇനി എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം വേണ്ട. ഞാൻ മക്കളെ കാണുന്നത് കൊണ്ട് മാത്രം വന്നതാ, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്താ അങ്ങനെ പറയുന്നത്? ഈ വെയിലത്ത് അമ്മ പോവാൻ നിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് പോവാ, ഞാൻ എല്ലാം ആക്കിയിട്ടുണ്ട്. ഭക്ഷണമൊന്നും വേണ്ട മോളെ, ഞാൻ 3 മണിയാകുമ്പോ അവിടെ എത്തില്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും ആക്കി കഴിച്ചോളാം. എന്നാ ശരി, ഞാൻ നിൽക്കുന്നില്ല. അയ്യോ മോളെ, ഒന്നിങ്ങോട്ട് വാ. ഞാൻ മക്കൾക്ക് ഓണക്കൊടിക്കുള്ള പൈസ കൊടുക്കുന്നു. എന്നൊക്കെ ഒരു ബേജാറിലൊന്ന് മറന്നുപോയി. മോളെ, മക്കൾക്ക് ഓണക്കൊടി എടുത്തു കൊടുക്കും. അമ്മയ്ക്ക് പോകാനുള്ള പൈസ ഉണ്ടോ കയ്യില്? എന്തെങ്കിലും ഉണ്ട് മോളെ, പോകാനുള്ള പൈസയൊക്കെ. ഞാൻ നിൽക്കുന്നില്ല, പോട്ടെ മോളെ. ഓ, പോയതെന്റെ അമ്മ. പിന്നെ പോകാണ്ട് വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെ അപമാനിച്ചിട്ടുണ്ടെങ്കിലേ ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ തോന്നോ? എന്റെ കയ്യിൽ പൈസക്കായിട്ട്. ഇത് അമ്മ തന്നതാ മക്കൾക്ക് ഓണക്കോടി എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിന്റെ അമ്മേന്റെ പൈസ ഇട്ടിട്ടാണല്ലോ എന്റെ മകൾക്ക് ഓണക്കോടി എടുക്കാൻ. എടി, എന്റെ മകൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനേ എനിക്കറിയാം, അല്ലാണ്ട് നിന്റെ കുടുംബം കിട്ടിയിട്ട് വേണ്ട. ചെന്നാ പൈസ തിരിച്ചു കൊടുത്തിട്ടാ. മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടി പൈസ കയ്യിൽ വെച്ചിരിക്കുന്നു. അല്ല, അതിലിപ്പോ എത്രയുണ്ട്? 500 1000? ഒരു കാര്യം ചെയ്യാം, മക്കൾക്ക് മാത്രം ആക്കണ്ട, നമുക്ക് എല്ലാവരും കൂടെ ആ പൈസക്ക് ഡ്രസ്സ് എടുത്തിട്ട് വരാം. മതി നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത്. എന്റെ അമ്മ ഇവിടെ വന്ന് കയറി മുതൽ തുടങ്ങിയതാണല്ലോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ. 2 ദിവസം കഴിഞ്ഞ ഓണാണ്. ഇവിടെ സ്വീറ്റ്സ് കൊണ്ടുവരാനാണെങ്കിലും കുട്ടികൾക്ക് ഓണക്കൊടിക്കുള്ള പൈസ കൊണ്ടുവരാനാണെങ്കിലും എന്റെ വീടിന് മാത്രമല്ലേ ആൾക്കാരുണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ ഇതുവരെ കണ്ടില്ലല്ലോ അങ്ങോട്ടേക്ക്. ഇതിപ്പോ വീട്ടിലുള്ള എല്ലാവർക്കും ഓണക്കോടിയും കൈനിറയ പലഹാരമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോണ്ടേ? ഇതുവരെ ഒരാളും കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി എടുത്തോന്ന് പോലും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. എല്ലാ ആഘോഷങ്ങൾക്കും വാരിക്കോരി കൊണ്ടുപോകാറല്ലോ കുടുംബത്തിലേക്ക്. എന്നാ ഇപ്രാവശ്യേ ഒരു സാധനം വാങ്ങണമെന്ന് പോയി നോക്ക്, കാണാം വീട്ടുകാരുടെ തനി നിറം. നിങ്ങളുടെ അല്ലേ കുടുംബം, ഇതേ സ്വഭാവം തന്നെയല്ലേ അവർക്കും ഉണ്ടാകുക. 5 പൈസയും നിങ്ങൾക്ക് അവിടെ വില ഉണ്ടാവില്ല. പൈസ കൊണ്ടല്ല ആൾക്കാരെ അളക്കേണ്ടത്. 500 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മുടെ കുട്ടികളെ കാണാൻ വന്നോ, ആ മനസ്സിനെയാണ് ബഹുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഈ പൈസ നോക്കി ആൾക്കാരെ സ്നേഹിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നിൽക്കരുത്. ഈ ഓണത്തിനെ അമ്മ തന്ന ഈ പൈസ കൊണ്ട് ഞാൻ അവർക്ക് ഓണക്കോടിയും വാങ്ങും, തിരുവോണത്തിന് അത് ഇട്ടും കൊടുക്കും. അവരെ പൈസന്റെ വിലയല്ല സ്നേഹത്തിന്റെ വില അറിഞ്ഞ് വളരട്ടെ. എന്താ അമ്മേ, എന്തേലും മറന്നോ? അമ്മയൊന്നും മറന്നൊന്നുമല്ല, ഞാൻ ചെന്ന് അമ്മേനെ വിളിച്ചോണ്ട് വന്നാ. ഇപ്രാവശ്യം തോണേ നമുക്ക് എന്തായാലും ഇവിടെ ആഘോഷിക്കാം. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വൈകുന്നേരം ആകുമ്പോ എത്തും. വാ അമ്മേ.